റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലം സപ്ലൈകോ ഡിപ്പോയിൽ അനധികൃത നിർമ്മാണം. ഡിപ്പോ മാനേജറുടെ നേതൃത്വത്തിലാണ് അനധികൃത കെട്ടിട നിർമ്മാണം നടത്തിയത്. സുഭിക്ഷ ഹോട്ടൽ നടത്തുന്നതിന് വേണ്ടി 4 ലക്ഷം രൂപ ചെലവാക്കിയാണ് കെട്ടിട നിർമ്മാണം നടത്തിയത്. ചട്ടവിരുദ്ധമായ ഇടപെടൽ നടത്തിയ ഡിപ്പോ മാനേജർ അജിത് കുമാറിൽ നിന്ന് MD വിശദീകരണം തേടി. കെട്ടിട നിർമ്മാണം നടത്തിയത് ഉന്നത ഉദ്യോഗസ്ഥരുടെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരമെന്ന് ഡിപ്പോ മാനേജറുടെ വിശദീകരണം. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, അപ്പോഴും പെർമിറ്റ് വേണം, ഇതിന്റെ ഫണ്ട് വേണം, ഈ പണമൊക്കെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അതായത് കൊല്ലം സപ്ലൈകോ ഡിപ്പോയ്ക്ക് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ സുഭിക്ഷ ഹോട്ടലിന് വേണ്ടി ഡിപ്പോ മാനേജറുടെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണം നടത്തിയത്. നിലവിൽ ആ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുകയും ചെയ്തു. ഏകദേശം 4 ലക്ഷം രൂപ സർക്കാർ ഫണ്ടിൽ നിന്ന് ചെലവാക്കിക്കൊണ്ടാണ് ഈ കെട്ടിട നിർമ്മാണം നടത്തിയത്. ഇത് ചട്ടവിരുദ്ധമായ കാര്യമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജിലൻസിന്റെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ഡിപ്പോ മാനേജറിൽ നിന്ന് ഇത്തരത്തിൽ സപ്ലൈകോ CMD വിശദീകരണം നിലവിൽ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തൽക്കാലം ഈ കെട്ടിടത്തിൽ സപ്ലൈകോയുടെ ഈ കെട്ടിടത്തിൽ ഈ സുഭിക്ഷ ഹോട്ടൽ പ്രവർത്തിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കും ഈ സപ്ലൈകോ CMD എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം പൂർത്തിയായതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പോ മാനേജർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഡിപ്പോ മാനേജർ മറ്റൊരു വിശദീകരണമാണ് നൽകുന്നത്. അതായത് ഇവിടെ ഒരു പെട്രോൾ പമ്പും മറ്റ് നിർമ്മാണ പ്രവൃത്തിയും നടത്തിയ ഘട്ടത്തിൽ മുൻപ് ഈ സുഭിക്ഷ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നിൽക്കേണ്ടി വന്നു. പിന്നീട് മുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ കോമ്പൗണ്ടിൽ തന്നെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാണ് ഡിപ്പോ മാനേജറുടെ വിശദീകരണം.